ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിനീതിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുകയാണ്. അത് കണ്ട് സ്നേഹതീരത്ത് എല്ലാവരും ചങ്ക് തകർന്നാണ് നിൽക്കുന്നത്. നമ്മുടെ യമുനയ്ക്കാണ് കുറ്റബോധം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. താൻ ഒറ്റ ഒരാൾ കാരണമാണ് ഇന്നിപ്പം വിനീതേട്ടന് ഈ അവസ്ഥ വന്നിരിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്ത യമുനയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ് കേട്ടോ. അപ്പം യമുനയാണെങ്കിൽ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ പുറത്തേക്ക് പോകുന്ന കാണുമ്പം ശാരദ ചോദിക്കും, നീ ഇതെങ്ങോട്ട് ഇറങ്ങി പോകുന്നത്? അകത്ത് കയറി ഇരിക്കുക എന്ന് പറയാം. ഇല്ലമ്മേ, ഞാൻ കാരണമല്ലേ വിനീതേട്ടൻ ഈ അവസ്ഥ വന്നത്. എനിക്ക് വിനീതേട്ടന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഞാൻ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. നീ എന്താ ഈ ചെയ്യാൻ പോകുന്നതെന്ന് വല്ല ഉദ്ദേശവും നിനക്കുണ്ടോ എന്നപ്പം ചോദിക്കുകയാണ് ശാരദ. നാട്ടുകാരെ മുഴുവനും ഇനി അറിയിക്കണോ? ഒരു ദിവസം മുഴുവനും മറ്റൊരു ആണിന്റെ കൂടെ ജീവിച്ചവളെന്നുള്ള പേര് നിനക്ക് കേൾക്കണോ എന്ന് ചോദിക്കാം. ഇപ്പം നീ ഇത് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളാവുകയുള്ളൂ. നീ നാണം കെടും എന്ന് പറയാം. നീ മാത്രമോ, ഈ കുടുംബം മുഴുവനും ഈ നാട്ടുകാരുടെ മുന്നിൽ തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ വരും. എന്തിന് നീ അവൻ്റെ കൂടെ പോയി എന്നൊരു ചോദ്യം വരും. ഇതിനൊക്കെ നിനക്ക് ഉത്തരവുണ്ടോ? നീ തന്നെ ഉത്തരങ്ങളില്ലാതെ തല കുനിച്ച് അപമാനിക്കപ്പെട്ട് നിൽക്കേണ്ടി വരും. വിനീതന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാം എന്ന് ശാരദ പറഞ്ഞ മകളെ നിർബന്ധിച്ച് അകത്തേക്ക് കൊണ്ടുപോവാ. നമ്മുടെ കാവേരിയും അതുപോലെ ഗംഗയും കൂടി പോലീസ് സ്റ്റേഷനിൽ പോയി സംസാരിക്കുന്നുണ്ടെങ്കിലും അതിനൊരു ഫലവും ഉണ്ടാകുന്നില്ല കേട്ടോ. പോലീസുകാരൊക്കെ ജയബാലന്റെ ആളുകളാണ്. വളരെ ധാർഷ്ട്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. ഇനിയിപ്പം വിനീതിനെ പുറത്തിറക്കില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുക. അപ്പൊ കാവേരി തിരിച്ച് നല്ലത് പറയുന്നുണ്ടെങ്കിൽ പോലും പോലീസുകാരുടെ മുന്നിൽ കാവേരിക്കും അധിക സമയം പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഗംഗയും കാവേരിയും ആകെ തകർന്നു നിൽക്കുകയാണ് കേട്ടോ. വിനീതനെ പോലീസ് സ്റ്റേഷനിൽ തന്നെ നിർത്തിയിരിക്കുകയാണ്. യമുന വന്ന് സത്യാവസ്ഥ ബോധ്യപ്പെടുത്താതെ ഇനിയിപ്പം ഒരു കാര്യവും നടക്കില്ല എന്ന് നമ്മുടെ കാവേരിക്ക് മനസ്സിലാകുകയാണ്. ഇതേ സമയം വിനീതിനെ പോലീസ് പിടിച്ച സന്തോഷം ജയപാലൻ തന്റെ മകനെ അറിയിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അത് കേൾക്കുമ്പം വിശാലൻ ഒരുപാട് സന്തോഷമാവുക. താങ്ക് യു അച്ഛ, എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി ഇങ്ങനെ തന്നെ ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു. എൻ്റെ ദേഹത്ത് കൈവച്ച ഒരാളെ പോലും അച്ഛൻ വെറുതെ വിടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു എന്നൊക്കെ പറയണേ. ജയപാലനും വളരെയേറെ സന്തോഷത്തിലാണ്. ശാരദയും മക്കളേക്കും മുന്നേ തനിക്ക് അവർക്കിട്ടൊരു പണി കൊടുക്കാനായിട്ട് സാധിച്ചല്ലോ. ഇനിയിപ്പം വിനീത് തല പൊക്കില്ല എന്നൊക്കെയുള്ള ചിന്ത മനസ്സിലേക്ക് കടന്നു വരിക. അവൻ കുറച്ച് ദിവസം പോലീസ് സ്റ്റേഷനിൽ തന്നെ കിടക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. പക്ഷെ വീട്ടിലേക്ക് ചെല്ലുന്ന കാവേരി യമുനയോട് ആരും അറിയാതെ സംസാരിക്കുന്നുണ്ട്. കാരണം വീട്ടിൽ അമ്മയോടോ ബാക്കിയുള്ളവരോടോ ഒക്കെ യമുന പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടാൽ മാത്രമേ വിനീതിനെ പുറത്തിറക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ആരും അതിന് സമ്മതിക്കാനായിട്ട് പോകുന്നില്ല. അപ്പം ഇതേ സമയം തന്നെ യമുനയോട് സംസാരിക്കാനായിട്ട് നമ്മുടെ കാവേരി ചെല്ലാം. അപ്പോൾ യമുനയാണെങ്കിൽ ആകെ കുറ്റബോധത്തിൽ നിൽക്കുക. ചേച്ചി, ഞാൻ കാരണമല്ലേ ഈ അവസ്ഥ വിനീതേട്ടന് ഉണ്ടായത്. എനിക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലല്ലോ. പോലീസ് സ്റ്റേഷനിൽ വന്ന് സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണമെന്ന് ഞാൻ കരുതിയതാ, പക്ഷെ അമ്മ എന്നെ സമ്മതിച്ചില്ല എന്ന് പറയാം. അത് കേൾക്കുമ്പോഴത്തേക്കും കാവേരി ചോദിക്കും, നിനക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുക. ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? പോലീസ് സ്റ്റേഷനിൽ വന്ന് നിനക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ പരാതിപ്പെടാൻ നിനക്ക് ധൈര്യമുണ്ടോ? പക്ഷെ അതിൻ്റെ ഭവിഷ്യത്തുകൾ കൂടി നീ തരണം ചെയ്യാൻ റെഡിയാണോ എന്ന് ചോദിക്കാം. ഒരു പക്ഷേ പോലീസുകാർ നിന്നോട് കീറി മുറിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കും. നിനക്ക് വേദനിപ്പിക്കുന്ന രീതിയിൽ അവർ ചിലപ്പോൾ സംസാരിച്ചൊന്നും ഇരിക്കും. അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നിനക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി വിശാലിനെതിരെ നമുക്കൊരു പരാതി കൊടുക്കാം. അങ്ങനെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ജയപാലൻ തല പൊക്കില്ല. കാരണം ഒരു പെൺകുട്ടിക്കെതിരെ അല്പസമയം കൂടുതൽ നോക്കി നിന്നാൽ പോലും കേസാകുന്ന കാലം ഇത്. അങ്ങനെയുള്ളപ്പം നിന്നെ തട്ടിക്കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിക്കാനാണ് വിശാൽ ശ്രമിച്ചിരിക്കുന്നത്. അത് കേസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പോലീസുകാരൊക്കെ മുട്ടുമടക്കും. ജയപാലനോ അയാളുടെ ശിങ്കടി പോലീസുകാർക്കോ പിന്നെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. മാത്രമോ വിനീതേട്ടനെ പുറത്തിറക്കാനും സാധിക്കും. അല്ലാതെ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. നിവിൻ പോലും ഒരു സഹായത്തിന് ഈ സമയം ഇല്ലാതെ പോയി. അവൻ ഇവിടെ ഇല്ല എന്നും കൂടി നമ്മുടെ കാവേരി പറയാം. അതോടെ കേൾക്കുമ്പം നമ്മുടെ യമുന പറയും, എവിടെ വേണമെങ്കിലും ഞാൻ വരാൻ ചേച്ചി. എനിക്ക് എങ്ങനെയെങ്കിലും വിനീതേട്ടനെ പുറത്തിറക്കിയാൽ മതി. ഞാൻ കാരണം വിനീതേട്ടൻ്റെയും ഗംഗേച്ചിയുടെയും ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. എന്നെ സഹായിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് വിനീതേട്ടൻ ഇങ്ങനൊരു അവസ്ഥ വന്നു എന്നറിഞ്ഞാൽ സുജാതപ്പച്ചിക്കും അതൊരിക്കലും സഹിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ കാവേരി യമുനയും കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. പക്ഷെ ഇക്കാര്യങ്ങളൊന്നും വീട്ടിൽ ആരും തന്നെ അറിയുന്നില്ല കേട്ടോ. അപ്പം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിയുമ്പം പോലീസുകാർ അപ്പോഴും ജയപാലൻ പറഞ്ഞതനുസരിച്ച് നമ്മുടെ കാവേരിയോട് വളരെ ധാർഷ്ട്യത്തോടു കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ കാവേരി പറയും, എനിക്കൊരു പരാതി നൽകാനുണ്ട് എന്ന് പറയണം കേട്ടോ. അപ്പോൾ യമുനയും കൂട്ടിക്കൊണ്ട് വരിക. എന്ത് പരാതി നൽകാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ യമുന തന്നെ വളരെ ബോൾഡായിട്ട് സകല കാര്യങ്ങളും പറയാണ്. തന്നെ തട്ടിക്കൊണ്ടു പോയതും പൂട്ടിയിട്ടതും തൻ്റെ ശരീരത്തിൽ ഉപദ്രവിച്ചതും ഒക്കെ പറയാണ് കേട്ടോ. തെളിവ്
സഹിതമാണ് യമുന കാണിച്ചു കൊടുക്കുന്നത്. തനിക്ക് ഉണ്ടായ ഭയപ്പെടുത്തുന്ന എല്ലാ സംഭവങ്ങളും പറയാണ് കേട്ടോ. എന്താ സാർ, ഇവളൊരു പരാതിപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാറ് സംരക്ഷിച്ച് നിർത്തുന്ന ജയപാലനെയോ അയാളുടെ പുന്നാര മകനെയോ പിന്നെ സാറിന് രക്ഷിക്കാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിക്കാം. അപ്പം കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുവാണെന്ന് ആ പോലീസുകാരനും ഏകദേശം ബോധ്യപ്പെടുകയാണ്. അതായത് യമുനയുടെ പരാതി അവർക്ക് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിശാലിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ജയപാലൻ പിന്നെ തലകുത്തി നിന്നാൽ പോലും ആ കേസിൽ നിന്ന് ഊരാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു ബോധ്യം വരികയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ പോലീസുകാരൻ പറയും, എന്താ കുട്ടി ഇത്, ഇങ്ങനൊരു കള്ളക്കേസൊക്കെ പറയേണ്ട എന്താവശ്യമുള്ളത്? കള്ളക്കേസോ? തെളിവ് സഹിതവാ സാറിന് മുന്നിൽ ഞങ്ങളിപ്പം എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചത്. സാറിന് ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിനു മുകളിലും പോലീസുകാരുണ്ടല്ലോ, ഞങ്ങൾ അവിടെ പോയി നേരിട്ട് പരാതി കൊടുത്തോളാം. ഒരു പെൺകുട്ടിക്ക് ഇത്രയും വലിയ ദുരനുഭവം ഉണ്ടായിട്ട് പോലും പുഷ്പവാടിയിലെ പോലീസുകാർക്ക് അതിനെതിരെ ആക്ഷൻ എടുക്കാൻ സാധിച്ചില്ല എന്ന് ഞങ്ങൾ പരാതിപ്പെട്ടോളാം എന്ന് പറയാം. അത് കേൾക്കുന്ന SI ഒന്ന് ഭയന്നു പോവാണ് കേട്ടോ. എനിക്ക് മനസ്സിലാകുന്നുണ്ട് സാറൊക്കെ വെറും പാവകളാണെന്ന്. സർക്കാരിൻ്റെ ശമ്പളം പറ്റിക്കൊണ്ട് ജയപാലൻ്റെ പാദസേവ ചെയ്യുന്നവരാണ് സാറെന്നുള്ള ബോധ്യം നന്നായിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വിനീതേട്ടന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. ഇപ്പം ഇവളൊരു പരാതി പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിശാലിനെ അറസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുമെന്നും അറിയാം. എന്താ സാർ, ഈ പരാതി സാറ് സ്വീകരിക്കുമല്ലേ എന്ന് ചോദിക്കുക. കുട്ടി ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ പോലീസുകാരൻ അവിടെ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കുക. എന്നിട്ട് ജയപാലനെ ഫോൺ വിളിക്കുക. എന്താടോ, എന്താ കാര്യം? ആ വിനീതിനെ താൻ കസ്റ്റഡി തന്നെ വെച്ചിരിക്കുകയല്ലേ? കുറച്ചു ദിവസം അവൻ അവിടെ ഇരിക്കട്ടെ. ആ തള്ളയും മക്കളും ഒരു പാഠം പഠിക്കണം. ജയപാലൻ സാർ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എന്താടോ? ദേ സാർ, എൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ വിട്ടുപോവാണെന്നാ തോന്നുന്നേ. താൻ കാര്യം പറയടോ. ദേ ഒരു പെൺകുട്ടി ഇവിടെ വന്ന് പരാതിപ്പെടാനായിട്ട് വന്നിട്ടുണ്ട്. യമുന എന്നാ പറയുന്നേ. സാറിൻ്റെ മകൻ വിശാല് ആ കുട്ടിയെ പൂട്ടിയിട്ടെന്നോ ശാരീരികമായി ഉപദ്രവിച്ചെന്നോ ഒക്കെയാണ് പരാതിപ്പെടാനായിട്ട് വന്നിരിക്കുന്നത്. ദേ ഞാൻ ആ പരാതി എനിക്ക് എഴുതിയെടുക്കാതെ വേറെ വഴിയില്ല കേട്ടോ. സാറിൻ്റെ മകനെതിരെ അറസ്റ്റ് വാറന്റും ഉണ്ടാവും. പെൺകുട്ടികൾ ഒരു പരാതി തന്നാൽ ഇന്നത്തെ നമ്മുടെ നിയമം അനുസരിച്ച് അതിന് എത്രമാത്രം വാല്യൂ ഉണ്ടെന്ന് സാറിന് അറിയാലോ. സാറ് തലകുത്തി മറിഞ്ഞാൽ പോലും പിന്നെ സാറിൻ്റെ മകനെ ജയിലിൽ നിന്ന് ഇറക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറയാം. അത് കേൾക്കുന്ന ജയപാലൻ ഒന്ന് വരണ്ടു പോവാണ്. പരാതിപ്പെടാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോടോ എന്ന് അപ്പോൾ പോലീസുകാരനോട് ചോദിക്കുക. ആ വിനീതിനെ പുറത്തു വിട്ടാൽ ചിലപ്പോൾ അവർ പരാതിപ്പെടാതിരിക്കും, അല്ലാതെ വേറൊരു വഴിയും എൻ്റെ മുന്നിൽ കാണുന്നില്ല എന്ന് പറയാണ്. താൻ എങ്ങനെയെങ്കിലും രമ്യതയിലെത്ത്, ആ ചെറുക്കനെ വെറുതെ വിടാന്ന് പറ. പക്ഷെ ഒരിക്കലും വിശാലിനെതിരെ പരാതി എഴുതി മേടിക്കരുത് എന്ന് ചട്ടം കിട്ടാൻ കേട്ടോ പോലീസുകാരനെ. അതുകൊണ്ട് തന്നെ SI നമ്മുടെ കാവേരിയുടെ അടുത്തേക്ക് ചെല്ലുക. കുട്ടി, നിങ്ങൾ ഇങ്ങനെ തുടങ്ങരുത്. ഞാനൊരു കാര്യം പറയാം. എനിക്ക് ഇതൊക്കെ ഹാൻഡിൽ ചെയ്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാ. ഇപ്പം ഇങ്ങനൊരു അനീതി ഇങ്ങനൊരു പരാതി കുട്ടിയുടെ അനിയത്തി തന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നതും കുട്ടിയുടെ അനിയത്തിയുടെ ഭാവിയെ തന്നെയാണ്. കോടതിയിലായി കഴിഞ്ഞാൽ കേസ് അയാളത്തെ കാര്യം കുട്ടിക്ക് അറിയാലോ. പല വിധത്തിലുള്ള ചോദ്യങ്ങളുണ്ടാവും. പലരുടെയും മുന്നിൽ നാണം കെട്ട് നിൽക്കേണ്ടതായിട്ട് വരും. നമുക്കിതൊരു കോംപ്രമൈസിൽ എത്തിക്കുകയല്ലേ നല്ലത്. അല്ലെങ്കിൽ കുട്ടിയുടെ അനിയത്തി എന്തിനാണ് വിശാലിൻ്റെ കൂടെ ഫാം ഹൗസിലേക്ക് പോയത് എന്നൊരു ചോദ്യം വരും. നിങ്ങൾ എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും അതൊന്നും കോടതിക്ക് തൃപ്തിയാകാനും പോകുന്നില്ല. കുട്ടിയുടെ അനിയത്തിയെ ഒരിരയായി ഈ നാട്ടുകാരുടെ മുന്നിൽ മുഴുവനും കാണിക്കണോ എന്ന് ചോദിക്കാൻ കേട്ടോ. അതൊക്കെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്തോളാം സാർ എന്ന് പറയാം. കുട്ടി ഒരു കോംപ്രമൈസിനല്ലേ ചെയ്യുന്നതല്ലേ എന്തുകൊണ്ട് നല്ലത് എന്ന് ചോദിക്കാം. നിങ്ങളിത് പരാതിപ്പെട്ട് കഴിഞ്ഞാൽ വിശാലിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. അതിലും നല്ലത് ജയപാലൻ അയാളൊരു കോംപ്രമൈസ് ഓഫർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്ത് ഓഫറാണാവോ അയാൾ വെച്ചിരിക്കുന്നത് എന്ന് കാവേരി അപ്പം ചോദിക്കുക. അതല്ല, ഈ പരാതി നിങ്ങൾ കൊടുക്കാതിരിക്കുവാണെങ്കിൽ വിനീതിനെ വെറുതെ വിട്ടേക്കാനാ അയാൾ പറഞ്ഞിരിക്കുന്നത്. ഔദാര്യമല്ലേ? ഔദാര്യമല്ല, കാര്യം തന്നെ പറഞ്ഞത്. കുട്ടി നന്നായിട്ട് ആലോചിക്കുക എന്ന് കാവേരിയുടെ പോലീസുകാരൻ പറയാൻ കേട്ടോ. കാവേരിക്ക് വേണ്ടിയിരുന്നത് അത് തന്നെയാണ്. വിനീതേട്ടനെ വെറുതെ വിടുകയും വേണം. അതേസമയം നമ്മുടെ യമുനയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാനായിട്ട് പാടില്ല. ഇതിപ്പം ജയപാലൻ തന്നെ പേടിച്ച് വരച്ചിട്ട് ഇങ്ങനെ ഒരു ഓഫർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അതെന്തായാലും പാഴാക്കണ്ട എന്ന് തന്നെ കാവേരി ചിന്തിക്കുകയാണ്. ഓക്കെ, ഞാൻ എന്തായാലും ഒന്ന് വിനീതേട്ടനുമായിട്ട് സംസാരിക്കാൻ എന്ന് പറയാം. അതിനെന്താ, കുട്ടി വിനീതുമായിട്ട് സംസാരിച്ചോളൂ എന്ന് SI ഇപ്പോൾ പറയാൻ കേട്ടോ. അങ്ങനെ വിനീതിനോട് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ വിനീതും കാവേരിയോട് അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് പറയാൻ കേട്ടോ. അങ്ങനെ അവർ വിശാലിനെതിരെ കേസ് കൊടുക്കാതെ തന്നെ നമ്മുടെ വിനീതിനെ മറക്കിക്കൊണ്ട് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുമേ. പക്ഷെ വീട്ടിൽ ചെല്ലുമ്പം യമുനയായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയതിന് നമ്മുടെ കാവേരിയോട് ശാരദ നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട്.
വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ വിനീത് വന്നതിൽ എല്ലാവർക്കും സന്തോഷം ഉണ്ടെങ്കിൽ പോലും കാവേരി ചെയ്യാൻ പോയ എടുത്തുചാട്ടത്തിന് നമ്മുടെ ശാരദയും ഗംഗയും കാവേരി ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. ഇങ്ങനൊരു പരാതി കൊടുത്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഭവിഷ്യത്ത്? ഇവളെ എല്ലാവരുടെ മുന്നിൽ അപമാനിക്കപ്പെട്ട് നാണം കെട്ട് നിൽക്കേണ്ടി വരില്ലായിരുന്നോ? ഒരു പെൺകുട്ടിയാ, ഇവളുടെ ഭാവി എന്താകുമായിരുന്നു? ഇപ്പം കുറച്ചു പേരെ അറിഞ്ഞിട്ടുള്ളൂ, നാളെ ഈ നാട്ടുകാർ മുഴുവനും അറിയില്ലായിരുന്നോ? വിശാലിൻ്റെ ഒപ്പം ഒരു രാത്രി അന്തി ഉറങ്ങിയവളാണ് ഇവളെന്ന്. അത് ഇവളുടെ ഭാവിയെ ബാധിക്കില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കാം. അപ്പൊ കാവേരി അമ്മ പറയുന്നതെല്ലാം തല കുനിച്ചു നിന്ന് കേൾക്കുന്നുണ്ട്. വിനീത് പറയും, അമ്മേ, കാവേരിക്ക് മുന്നിൽ വേറെ വഴി ഉണ്ടായിരുന്നില്ല, എന്നെ രക്ഷപ്പെടുത്താനായിട്ടാണ് അവൾ അങ്ങനെ ചെയ്തത്. എന്നാലും എന്തെങ്കിലും ഒരു വഴി ഉണ്ടാകാതിരിക്കുമായിരുന്നോ? നമുക്ക് ഒരു വക്കീലിനെ കൊണ്ട് ജാമ്യത്തിൽ ഇറക്കാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വരും എപ്പിസോഡുകളിൽ കാണാനായിട്ട് സാധിക്കും. എന്തായാലും വിനീതിനൊരു കുഴപ്പമില്ലാതെ കാവേരി തന്നെ വീട്ടിലെത്തിക്കുന്നുണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്.